ഇന്നാണ് കേട്ടോ റാസിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതേ എല്ലാവരും റാസിനെ ഒന്ന് വിഷ് ചെയ്തേക്കണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ കഴിഞ്ഞാൽ ആദ്യം തന്നെ കേക്കാണല്ലോ വാങ്ങിക്കുക. അങ്ങനെ ദേ നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ന്യൂജേഴ്സിയിലെ വഴികളിലൂടെ തേരാ പാര അങ്ങനെ കുറേ നടന്ന് ലാസ്റ്റ് നമ്മളങ്ങനെ ഒരു കേക്ക് ഷോപ്പ് കണ്ടെത്തിയിരിക്കുകയാണ്. കേക്ക് ഷോപ്പിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും കേക്കുകളുടെ ചാകര. ഏത് കേക്ക് വേണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനാണ്. ദേ ഇത് കണ്ടില്ലേ, ഇവിടെ കുറേ ഐറ്റംസുകൾ ഇരിക്കണത്. അത് കഴിഞ്ഞ് മറ്റൊരു വശത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും അവിടെ അലമാര നിറച്ച് വേറെയും പല ടൈപ്പ് കേക്കുകൾ. അങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിന്നപ്പോൾ ലാസ്റ്റ് ബർത്ത്ഡേക്കാരൻ തന്നെ തിരഞ്ഞെടുക്കട്ടെ എന്ന് വിചാരിച്ച് അവനും ആകെ കൺഫ്യൂഷൻ അടിച്ച് അങ്ങോട്ടും നടക്കും ഇങ്ങോട്ടും നടക്കും. അവസാനം എന്തേ ഒരു കേക്കിൽ ലാസ്റ്റ് തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ആ കേക്ക് മാത്രമല്ല കേട്ടോ, അവിടെ പേരറിയാത്ത ഒരുപാട് ഫുഡ് ഐറ്റംസുകളൊക്കെ ആ ഒരു ഷോപ്പിലുണ്ടായിരുന്നു. നമ്മളങ്ങനെ ആ കേക്കായിട്ട് ആ കേക്ക് ഷോപ്പിൻ്റെ പുറത്ത് തന്നെ ഒരു ടേബിളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കേക്കൊക്കെ ഇതേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യാനുള്ള ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ ഇതേ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും കേക്കൊക്കെ കൊടുത്തു. വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇതേ ഈ വർഷത്തെ കേക്ക് കട്ടിങ് കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ബർത്ത്ഡേ ആയി കഴിഞ്ഞാൽ പിള്ളേരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ കേക്ക് കട്ടിങ് എന്നുള്ളത്. അത് വളരെ മനോഹരമായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ ഭയങ്കര ഹാപ്പിയാവും. അപ്പോൾ ഇതേ നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങിയതാണ് കുറച്ച് ചിക്കനോ മട്ടനൊക്കെ ഗ്രില്ല് ചെയ്തത്. നമ്മൾ ആ വണ്ടിയിലിരുന്ന് അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മളിതേ യാത്ര മുന്നോട്ട് പോവുകയാണ്. ലഞ്ച് കഴിക്കാനാണ്. അത്യാവശ്യം ചെറുതായിട്ട് മഴയും പൊടിയുന്നുണ്ടായിരുന്നു. നമ്മളൊരു മലയാളി റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നേക്കണത്. ഫസ്റ്റ് തന്നെ അതേ സ്റ്റാർട്ടറായിട്ടൊരു ഗോബി 65 ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പാൽക്കപ്പയും ചിക്കൻ വറുത്തരച്ച കറിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പാൽക്കപ്പ അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ജാസ്മിൻ റൈസും ഉണ്ടായിരുന്നു. മൂന്നാമതായിട്ട് ഇതേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കോഴിക്കോടൻ ദം ബിരിയാണിയാണ്. ഈ ബിരിയാണിയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ന്യൂജേഴ്സി തന്നെയാണ് ഈ മലയാളി റെസ്റ്റോറൻറ്റ് വരുന്നത്. അത്യാവശ്യം തിരക്കുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ. ഫുഡും അടിപൊളിയാണ്. അപ്പോൾ അതേ പാത്തു ഇരിക്കുന്ന എക്സ്പ്രഷൻ കണ്ടില്ലേ വീഡിയോ എടുക്കുമ്പോൾ. അങ്ങനെ നമ്മളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങണേണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങൾ.